നമുക്ക് സായുവിൻ്റെ ഒരു വീക്കെൻഡ് കണ്ടാലോ. അപ്പം ഞങ്ങൾ പോയത് ഞങ്ങളുടെ വീടിനടുത്തുള്ള അക്ഷയപാത ഹെറിറ്റേജ് റിസോർട്ടിലേക്കാണ്. ഇത് വരുന്നത് തൃശ്ശൂർ വെള്ളാങ്കല്ലൂരാണ് കേട്ടോ. എല്ലാ ദിവസവും രാവിലെ 5:30 മുതൽ 9:00 വരെയും ഈവനിങ് 3:30 മുതൽ 10 മണി വരെയാണ് ഇത് ഓപ്പൺ ആയിട്ടുള്ളത്. 50 പെർ ഹെഡ് ആണ് ഇവിടുത്തെ ഫീ വരുന്നത്. ഇവിടെ നമുക്ക് എന്തെങ്കിലും സ്മോൾ ഇവന്റ്സ് പാർട്ടീസ് ഒക്കെ കണ്ടക്ട് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. പിന്നെ ഇവിടെ കുട്ടികൾക്കും മുതിർന്നവർക്കുമായിട്ട് 2 പൂൾസ് ഉണ്ട്. അതിന് സെപ്പറേറ്റ് ഫീ ആവശ്യമായിട്ടുണ്ട്. പിന്നെ നമ്മൾ മെയിനായിട്ട് വരുന്നത് ഇവിടെ പാർക്കുള്ളതുകൊണ്ടാണ് കേട്ടോ. നമ്മളിവിടെ ഒരു 7-7:30 ആയിട്ടാണ് എത്തിയിട്ടുള്ളത്. നമ്മുടെ വീടിനടുത്ത് തന്നെ ആയതുകൊണ്ട് നമുക്ക് നടന്നു വരാനുള്ള അത്രേ ദൂരേ ഉള്ളൂ. ഈ ഒരു വീഡിയോ എടുക്കുന്നത് എൻ്റെ അനിയത്തിയാണ്. ഞങ്ങളിവിടെ കിടന്ന് കുറേ കോമഡിയൊക്കെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതൊക്കെ നിങ്ങൾക്ക് കേൾക്കാനായിട്ട് പറ്റും. നമ്മൾ സായുവിനെ കളിക്കാനായിട്ടാണ് മെയിനായിട്ട് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്. പക്ഷേ സായുവിന് എന്തിൽ കയറിയാലും ഭയങ്കര പേടി, എപ്പം നോക്കിയാലും കരച്ചിലായിരുന്നു. അത് കാണുമ്പോൾ എനിക്കും പേടി വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. നമ്മളവനെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി കുറേ ക്ലാപ്പൊക്കെ ചെയ്യണമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ആളൊന്നിലും സഹകരിക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ലാസ്റ്റ് നമ്മൾ ഊഞ്ഞാലിലേക്ക് പോയി. അപ്പോൾ അവിടെ അവൻ കംഫർട്ടായിരുന്നു. അത് അവന് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. അങ്ങനെ അതിലൊക്കെ കുറേ നേരം കളിച്ചു. അവനേക്കാൾ കൂടുതൽ അവൻ്റെ അച്ഛനാണ് അത് എൻജോയ് ചെയ്തെന്നാണ് എനിക്ക് തോന്നിയത്. ആള് ഭയങ്കര ആട്ടായിരുന്നു. അങ്ങനെ അവൻ ആടി അടിയിട്ട് ലാസ്റ്റ് ഊഞ്ഞാലിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു സൗണ്ടൊക്കെ കേൾക്കാൻ തുടങ്ങി. അതെങ്ങനെ പൊട്ടുകയാണെങ്കിൽ എനിക്കറിയില്ലാട്ട് ഇയാളെന്ന് പറഞ്ഞിട്ട് ഞാൻ ഓടി രക്ഷപ്പെടുന്നു ഞാൻ പറയായിരുന്നു. ആ നേരത്തെ ഒരു ഒന്നുണ്ടായിരുന്നു. പിന്നെ എൻ്റെ അനീതിയുടെ ചിരിയാണ് ഇതിൽ ഹൈലൈറ്റ് ആയിട്ടുണ്ടായിരിക്കുക. ഭയങ്കര എൻജോയ് ചെയ്യുന്നുണ്ട് എന്ന് തോന്നി ഞങ്ങളുടെ കോമഡികൾ. പിന്നെ എനിക്കൊരു സജഷൻ ഉള്ളത്, ഇവിടെ കുട്ടികളൊക്കെ ആയിട്ട് വരുമ്പോൾ കുറച്ച് നേരത്തെ വരുന്നതായിരിക്കും നല്ലത്. ഒരു 3-4 മണിക്ക് ആകുമ്പോൾ എത്തുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. കാരണം ഇവിടെ കുറച്ച് ജീവികളൊക്കെ ഉണ്ട്. എമു, പിന്നെ കുറച്ച് ആമക്കുട്ടികൾ, പിന്നെ കോയി ഫിഷസ്, അതുപോലെ പാരറ്റ്സ് ഒക്കെ ഉണ്ട്. അപ്പൊ ഇതിനെയൊക്കെ കാണാനായിട്ട് കുറച്ചുകൂടി വെളിച്ചുള്ള സമയത്ത് ആണ് നല്ലതെന്ന് തോന്നി. അപ്പൊ അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബൈ.